പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അതിനാണ് ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നത് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസം കൊണ്ട് നമ്മളിങ്ങനെ മങ്ങി നിന്ന് ഇന്നലെ ഭയങ്കര തലവേദനയായി. ഡോക്ടറെ കണ്ടു, കാഷ്വാലിറ്റി പോയി ഡോക്ടറെ കണ്ടു. ബി പി നോക്കി ഇച്ചിരി ഉണ്ട്. പിന്നെ അതിന് ടാബ്ലറ്റ് എടുത്തു, ഇഞ്ചക്ഷൻ തന്നു. തലവേദന ബി പി കൂടിയിട്ട് വന്ന തലവേദന അല്ല കേട്ടോ. തലവേദന കൂടിയപ്പം ബി പി ഹൈ ആയതാണ്. അപ്പം എനിക്ക് നമ്മൾ RCCയിലോട്ട് എപ്പോഴും ഓടുന്നതിന് പകരം ഇവിടെ ഒരു ഡോക്ടറുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്യാഴിക വരുമ്പോൾ അസ്വസ്ഥത വരുമ്പോൾ ഓടിപ്പോകുന്ന ആ ഡോക്ടർ എടുക്കലോട്ട് കേട്ടോ. അല്ലാതെ എല്ലായിടത്തും ചെന്നാൽ നമ്മൾ RCCയിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ ഹിസ്റ്ററി അറിയാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ അറിയത്തില്ല, മരുന്നൊന്നും അങ്ങനെ എഴുതത്തില്ല. ഈ ഡോക്ടറിനോട് ഞാൻ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് തൊട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയ സമയം തൊട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഇതുപോലൊക്കെ വയ്യാഴി വരുമ്പോൾ ഡോക്ടർ എടുക്കലാണ് ഞാൻ പോകുന്നത്. ഇന്നലെ കാഷ്വാലിറ്റി പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ഇനി പോരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ആ ഡോക്ടറെ കാണാൻ പോയത്. മെഡിസിൻ ഒക്കെ തന്നു. ആ ടാബ്ലറ്റ്സ് എല്ലാം കുറെ നാൾ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ബി പി കൂടിയതല്ല, ബി പി ഇന്ന് നോർമലാണ്, തലവേദന ഹൈ ആയതുകൊണ്ട് ബി പി കൂടുതൽ കാണിച്ചതാ, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇതുവരെ ബി പിയുടെ പ്രശ്നം അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ ഇന്നലെ അങ്ങനെ കാണിച്ചപ്പോ എനിക്കൊരു ഇനി ഗുളികയുടെ എണ്ണം കൂടുപോന്ന്. ഗുളിക കഴിച്ച് അതുകൊണ്ട് അത് ഓർത്തിട്ടാണ് ഞാൻ ഇന്ന് പോയി നോക്കിയത്. നമ്മുടെ സ്ഥിരം ഡോക്ടറെ കാണുമ്പോഴാണ് നമുക്കൊരാശ്വാസം. അതിന് ഞാൻ അങ്ങോട്ട് പോയി ഇന്ന് കാണിച്ചു. പിന്നെ കുറേ ദിവസമായി ജാനിക്കുട്ടി റോഡിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ. ജാനിക്കുട്ടി റോഡിട്ടുള്ള റോഡ് കുത്തനെയുള്ള ഇറക്കമാണ്, ടാർ ചെയ്യാത്ത റോഡാണ്. അത് നമ്മള് വണ്ടി മേളിൽ വെച്ചിട്ട് വേണം താഴോട്ട് ഇറങ്ങിപ്പോകാൻ വലിയ പ്രശ്നമില്ല, പോകാം. പക്ഷെ തിരിച്ച് കയറി വരിക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ എനിക്ക് വയ്യാതാനൊക്കെ ഞാൻ അങ്ങോട്ട് പോയില്ല കേട്ടോ. ഇന്നലെ ഞാൻ പോയി ഡോക്ടറെ കണ്ട് അവിടെ ഒബ്സർവേഷനിൽ ഇരുന്നപ്പോഴത്തേക്ക് കുക്കും മാമനും ഒക്കെ വന്നു. അവരുടെ കൂടെ ഞാൻ വണ്ടിയിലാണ് തിരിച്ചു പോരുന്നത്. സ്കൂട്ടർ അവിടെ വെച്ചിട്ട് അവരുടെ കൂടെ കാറിന് കയറി ഇങ്ങി പോരുന്നു. ഇന്നിപ്പോ രാവിലെ ഞാൻ ബസ്സിന് പോയി. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇനി ഞാൻ ബസ്സിന് പോയി കേട്ടോ. ബസ്സൊക്കെ കയറാനും നിൽക്കാനും ഒക്കെ ബാലൻസും എല്ലാം ഭയങ്കര പ്രശ്നമായിരുന്നു. ഓൾറെഡി നമുക്ക് ബാലൻസിങ്ങിന്റെ പ്രശ്നമുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഒരുപാട് നാളായില്ല ബസ്സിൽ യാത്ര ചെയ്തിട്ട്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഒരുവിധം ഞാനിങ്ങനെ പിടിച്ചു കെട്ടിയ പോലെ നിൽക്കുമായിരുന്നു. പിന്നെ നമുക്ക് പരിചയമുള്ള ഒരു അമ്മമ്മ ഉണ്ടായിരുന്നേ, പുള്ളിക്കാരി എനിക്ക് സീറ്റ് വന്നപ്പം എന്നെ വിളിച്ച് അവിടെ ഇരുത്തി. പിന്നെ ഇന്നത്തെ അതൊക്കെയാണ് വിശേഷം. പിന്നെ ഒത്തിരി പേര് തലവേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. എല്ലാവരോടും സ്നേഹം കേട്ടോ. എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിച്ചു, മെസ്സേജ് അയച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു, ഫോൺ നമ്പർ അറിയാവുന്നവരൊക്കെ വിളിച്ച് ചോദിച്ചു. അപ്പൊ എല്ലാവരോടും എന്റെ സ്നേഹം. കുറവുണ്ട് കേട്ടോ. കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ അപേക്ഷിച്ച് കുറവുണ്ട്. എന്നാലും ചെറിയൊരു എന്താ പറയുന്ന ഒരു മന്ദത പോലെ ഉണ്ട്. അത് മെഡിസിന്റെ ആയിരിക്കും. പിന്നെ അതുകൊണ്ട് ഇന്ന് ജാനിക്കുട്ടിയുടെ അവിടെ ഇറങ്ങാഞ്ഞത് കൊണ്ടാണ്, അതാ ഞാൻ പറയാൻ വന്നത്. ജാനിക്കുട്ടിയുടെ അവിടോട്ട് പോവാഞ്ഞത് കൊണ്ടാണ് അവരാരും വീഡിയോയിൽ കാണിക്കാഞ്ഞത് കേട്ടോ. പിന്നെ ഇന്ന് അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. നാടൻ മുട്ട വാങ്ങിച്ച് അത് കുറച്ച് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുഞ്ഞോന് പാമ്പേഴ്സ് കൊടുക്കണമായിരുന്നു. അപ്പം അവര് മേളിലോട്ട് കയറി വന്നു. ഞാനത് കൊടുക്കാൻ നേരത്ത് അവിടെ അടുത്ത വീട്ടില് നാടൻ മുട്ട ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് കുറച്ച് മേടിച്ച് അതവിടെ കൊടുത്തു. ഞാൻ ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് ഞാൻ ഇങ്ങോട്ടും കൊണ്ടുപോരുന്നു. പിന്നെ മേടിച്ചത് പാലും പിന്നെ കപ്പലണ്ടി, ചീപ്പ്. മോനിക്കുട്ടന് ചീപ്പ് സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ശരിയാ, എന്റെ തലേ താരനൊക്കെ ഉണ്ടായിരിക്കും, അപ്പൊ പിന്നെ കുഞ്ഞിനും കൂടെ അത് വലുതായി വരുമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പൊ സോപ്പും ചീപ്പും എല്ലാം സെപ്പറേറ്റ് ആയി. അവൻ പറഞ്ഞിട്ടാട്ടോ, ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ പറഞ്ഞു അവന് ചീപ്പ് മേടിച്ചു കൊടുക്കണമെന്ന്. ഇനി ഇതാണോ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. അതോ ഇനി അച്ചാച്ചന്റെ ചീപ്പ് കണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഇത് കൊടുത്ത് നോക്കാം. ഇഷ്ടമല്ലെങ്കിൽ നാളെ വേറെ മേടിച്ചു കൊടുക്കാം അല്ലേ. 10 രൂപ കണ്ടല്ലോ, ഇതിന് 4 രൂപയുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ഞാൻ ഇന്ന് അടുക്കളയിലെ ജോലി എന്ന് വെച്ചാല് ചാരി നിൽക്കാം. എപ്പോഴും ഒരു താങ്ങ് വേണം. അപ്പം അടുക്കളയിലെ വിശേഷം എന്ന് വെച്ചാൽ, അടുക്കളയിലെ പാചകം എന്ന് വെച്ചാല് ചോറുണ്ട്, സാമ്പാർ വെച്ചായിരുന്നു രാവിലെ ദോശയായിരുന്നു കേട്ടോ. പിന്നെ
മീൻ മേടിക്കാമെന്ന് കണ്ട് നോക്കി. പക്ഷെ അവിടെ മീനൊന്നുമില്ലായിരുന്നു. മത്തിയും അയലക്കൊഴുവയും മാത്രമേ ഉള്ളായിരുന്നു. അത് രണ്ടും നമുക്ക് അത്ര പോരാട്ടോ. മത്തി ചെറിയ മത്തിയാണ്, കണ്ടിട്ട് തന്നെ ഒരു തൃപ്തിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ പോരും. പിന്നെ അയലക്കൊഴുവ മേടിച്ചാലും കൊണ്ടുവന്നാൽ വറക്കണം. വറുത്താൽ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അതൊന്നും മേടിച്ചില്ല. അപ്പൊ ഇന്ന് ചുരുക്കത്തിൽ ഇന്ന് ചോറിന് സാമ്പാറേ ഉള്ളൂ കൂട്ടാൻ. പിന്നെ ഞാൻ ചമ്മന്തിപ്പൊടിയോ മുട്ട വറക്കോലും ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് അതൊക്കെയാണ് കാര്യങ്ങള്. കൂർക്ക ഇതുവരെ എടുത്തില്ല. നാളെ അത് വെള്ളത്തിലിട്ടിച്ച് നാളെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങ് പണിമുടക്കി മൊത്തം അങ്ങ് പണിമുടക്കായിപ്പോയി. മോനുകുട്ടൻ ഇപ്പൊ ട്യൂഷൻ കഴിഞ്ഞ് വരും. പിന്നെ ഞാൻ ഇതെന്താന്നറിയാം, ഇത് നമ്മുടെ ഫാമിലിയിലുള്ളവർ കാണാൻ വന്നവരുടെ പേരാട്ടോ. അമൃത എന്ന് പറഞ്ഞ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ലോ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടി ആലപ്പുഴയാണ് വീട്, ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അന്വേഷിച്ചു വരുന്നവർ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ, അതുകൊണ്ടാട്ടോ. പിന്നെ മോനുകുട്ടൻ വന്നിരിക്കുന്നു. പിന്നെ വേറൊരു കുട്ടി വന്ന് ദിവ്യ എന്നാണ് പേര്. ദിവ്യയുടെ മക്കളുടെ പേര് മുട്ടയാണ്. പൊട്ടിച്ചു കളയല്ലേ, പൊട്ടിക്കാതെ ഞാൻ കൊണ്ടുവന്ന പാടെ എനിക്ക് അറിയത്തുള്ളൂ. ദിവ്യ മക്കളും ഒരാളെ വന്നുള്ളൂ, ഒരാളെ കൊണ്ടുവന്നില്ലായിരുന്നു കേട്ടോ. ഒരാൾ സ്കൂളിൽ പോയി, ഒരാള് ഹോസ്പിറ്റലിൽ പോയിട്ട് അതുവഴി വന്ന് മെഡിക്കൽ ഷോപ്പ് അന്വേഷിച്ച് അവിടെയൊക്കെ വന്നിട്ട് എന്റെ അടുക്ക വന്നു കേട്ടോ. ദിവ്യ എന്നാണ് പേര്. മക്കളുടെ പേര് അദ്വൈതും ആദിക്കും കേട്ടോ. ഞാൻ ഇത് എഴുതി വെക്കുന്നതെന്ന് വെച്ചാൽ മറക്കുവാണ് കേട്ടോ. വരുന്നവരുടെ പേരെങ്കിലും ഓർത്ത് വെക്കണമല്ലോ എന്ന് വിചാരിച്ച് എഴുതിയതാ കേട്ടോ. പിന്നെ നമ്മുടെ ഞാൻ ഈ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മുടെ ടൗണിലൊരു വലിയ സ്കൂളുണ്ട്, മർത്തോമ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങൾ വന്ന് പരിചയപ്പെട്ടായിരുന്നു. എപ്പോഴും അതിലെ പോകുമ്പോഴെല്ലാം വന്ന് സംസാരിക്കും കേട്ടോ. ഇപ്പൊ എക്സാം ഇന്നലെ മെനഞ്ഞാന്ന് വന്നിട്ട് IT എക്സാം കഴിഞ്ഞു, നല്ല പോലെ എഴുതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇന്നലെ വന്നു ഫോട്ടോഗ്രാഫ് എഴുതി കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ അന്നേരം എനിക്ക് അതിന്റെ നമുക്ക് എഴുതാനുള്ള ഒരു ആശയം മനസ്സിൽ വന്നില്ലായിരുന്നു. ഇന്ന് എഴുതി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. മോക്ക് ഇന്ന് പരീക്ഷയില്ലാത്തതുകൊണ്ട് ഇന്ന് നാളെ മറ്റന്നാളുടെ വരുമായിരിക്കും. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഇന്നിനിയിപ്പം ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞാന് കുളി ജപമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്, അത് പറയാട്ടോ. വേറെ നമുക്ക് അടുക്കളയിൽ പാചകം ഇല്ലാത്തത് കൊണ്ട് വിശേഷങ്ങൾ പറയാന്ന് വിചാരിച്ചേ. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടെന്ന് വെച്ചാല് ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. 11:30 വരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് വീഡിയോയ്ക്ക്. ഇന്നലത്തെ ആ വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ തന്നെ അതിനകത്ത് പറഞ്ഞു 12 മണി വരെ ഞാൻ നോക്കിയെന്ന്. അപ്പൊ അങ്ങനെ വെയിറ്റ് ഇരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. കിടന്നുറങ്ങിക്കോട്ടെ, ഏതായാലും വീഡിയോ ഇടാൻ പറ്റുന്നില്ല, അത് പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ ഇട്ടത്. പിന്നെ എന്നാ ഞാന് എന്റെ പണികളൊക്കെ തീർത്തിട്ട് ഇപ്പൊ കേട്ടോ. എന്തോ നോക്കുന്നു? ഏത്തക്കാപ്പം കൊണ്ടുവന്നായിരുന്നു, കഴിച്ചു. ഇനി അടുത്ത പരിപാടി എന്തുവാ? അടുത്ത പരിപാടി കപ്പലിന്റെ തിന്നുകയെന്നുള്ളതാണ്. കുറച്ച് തരാം, ബാക്കി അവിടെ വെച്ചേക്കാം. നാളെ മറ്റന്നാളും ഒത്ത് കഴിക്കാം കേട്ടോ. നാളെ സ്കൂളില്ലേ? ഉണ്ട്, നാളെ സ്കൂളുണ്ട്. നാളെ ഏത് ദിവസമാ? എന്തിനാ? ട്യൂഷന്റെ അവിടെ അവധി, സ്കൂളിന്റെ അവിടെ അവധി. ഇപ്പൊ ഈയിടെയായിട്ട് അവധി എടുക്കണമെന്ന് വലിയ ആഗ്രഹമാണല്ലോ മോനുകുട്ടൻ. അമ്മ അത് എടുത്തു തരാം. മാർ ടീനിനകത്തിട്ട് അടച്ചു നോക്കെ. ഒരു ഗ്രീൻ ടീ കുടിക്കാം. അത് കുറേ ദിവസം അടുപ്പിച്ച് കുടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാങ്ങിച്ചോണ്ട് വരുന്നത് കേട്ടോ. പിന്നെ മടിയാണ്. അപ്പൊ അത് എടുത്തു കഴിഞ്ഞപ്പോ പിന്നെ ഇനിയും കുറച്ച് ദിവസം അങ്ങ് കുടിക്കും. ഓക്കേ, നമ്മുടെ സ്ഥിരം കസേരയിൽ ഇരിക്കാം അല്ലെ, ഇരുന്ന് സംസാരിക്കാം. ദോശയുണ്ട്. രാത്രി ചോറ് വേണ്ട, ദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടന് വേണ്ടി. മുട്ട വറക്കണം കുറച്ച് കഴിഞ്ഞിട്ട്, ചോറുണ്ണാറാവും. ഇപ്പഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്.
അന്നേരം എന്തുവാ ദോശ മതി, ചോറ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മാത്രം മതി ചോറ്. അവർക്ക് രണ്ടുപേർക്കും ദോശയും ഓരോ മുട്ട ഓംലെറ്റും പിന്നെ സാമ്പാർ. കപ്പലണ്ടി ഇട്ട് വെച്ചിരുന്നു കേട്ടോ. മോനുകൂട്ടം കഴിച്ചിട്ട് ബാക്കിയായത് കേട്ടോ. ഇരിക്കാം. പിന്നെ ഞാന് പറയാൻ വന്ന വിശേഷം എന്ന് വെച്ചാലേ, ജോഷ് ടോക്ക് വന്നു, എല്ലാരും കണ്ടു. ഒരുപാട് നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് അതിനകത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്തു കേട്ടോ. എല്ലാവരോടും സ്നേഹം. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാല് സർവൈവൽ സ്റ്റോറീസ് ആണ് ജോഷ് ടോക്സിലൂടെ ഷെയർ ചെയ്യുന്നത് അല്ലെ. അല്ല എന്തൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ ജോഷ് ടോക്കിന് ശേഷം കുറെ റിക്വസ്റ്റുകൾ FB-യിലും ഇൻസ്റ്റയിലും ഒക്കെ വന്നു കേട്ടോ. നമ്മുടെ ഫാമിലിയിലും കുറെ ആളുകളൊക്കെ അത് കണ്ടതിന്റെ ഒരു ഇതായിട്ടായിരിക്കും കുറെ പേരൊക്കെ നമ്മുടെ ഫാമിലിയിലോട്ട് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇൻസ്റ്റയിലും FB-യിലും ഒക്കെ മെസ്സേജ് അയച്ച കുറെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് വെച്ചാൽ നമ്മളെ എന്റെ അതേ അവസ്ഥയിലൊക്കെ കടന്നു പോയവരും ഇപ്പം അതേ സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്നവരും ഒക്കെ ആയിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചു. അമ്മമാരുണ്ട്, അനിയത്തിമാരുണ്ട്, ചേച്ചിമാരുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അപ്പം അതിനകത്ത് ഞാൻ ശരിക്കും എന്റെ ട്രീറ്റ്മെന്റിന്റെ സമയം എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ, എനിക്കൊരു മെന്റൽ പവർ കിട്ടിയത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനകത്ത് വന്ന പല കാര്യങ്ങളും പലവരുടെയും ജീവിതമായിട്ട് മാച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അത് വെച്ച് കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല്, കുഞ്ഞുങ്ങള് എന്തുവാ കുഞ്ഞുങ്ങളില്ലാതെ വരുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥയെ പറ്റി ഞാൻ പറഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. എന്നാൽ തന്നെ ആ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമ്മൾ അനുഭവിച്ച വിഷമം, നമ്മൾ കേട്ട കുറ്റപ്പെടുത്തലുകൾ എന്തൊക്കെയാണ്. എനിക്കാണ് സത്യത്തിൽ നമ്മള് ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മനസ്സെന്ന് പറഞ്ഞാൽ കുട്ടിത്തെ അത്രയും വിട്ടുമാറാതെ ആയിരിക്കും നമ്മൾ വീട്ടിലോട്ട് ചെന്ന് കയറുന്നത്. അപ്പൊ ഒരു നമ്മുടെ വീട്ടിലിങ്ങനെ എല്ലാവരുടെയും ഓമന കുട്ടിയായിട്ടൊക്കെ നടന്നിട്ടേ പെട്ടെന്ന് വേറൊരു വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ നമ്മൾ ശരിക്കും ഒരു സ്ത്രീയിലേക്കൊന്നും പെട്ടെന്ന് ചുവട് വെച്ചിട്ടല്ല അങ്ങോട്ട് ചെല്ലുന്നത്. നമ്മൾ ചെന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് ഇടപഴകി അതുമായിട്ടൊക്കെ ഒന്ന് ഇതായിട്ട് വരണ്ടേ. പക്ഷെ അതിനൊന്നും പലയിടത്തും പല പെൺകുട്ടികൾക്കും സാവകാശം ഒന്നും കൊടുക്കാറില്ല. ചെല്ലുന്ന ഒരു 19-20 വയസ്സൊക്കെ ഉള്ള സമയത്ത് വിവാഹം കഴിയുന്നവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ 10-35 വയസ്സുള്ള സ്ത്രീകളെ പോലെ പക്വതയുള്ള ഒരു ഭാര്യയായിട്ടൊന്നും ജീവിക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പം ആ ഒരു കാര്യം ഒത്തിരി പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിയാണ് പറഞ്ഞത്. നമ്മൾ തീർത്തും ഒരു അപരിചിതത്വത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ നമുക്ക് പരിചയമില്ലാതെ ഈ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ഇപ്പാണ് കുറെ കാര്യങ്ങള് കുറെ ഗ്യാപ്പൊക്കെ വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കുറെയൊക്കെ പരിചയപ്പെട്ട് അങ്ങനെയായിരുന്നല്ലോ വിവാഹം. പക്ഷെ അന്നത്തെയൊക്കെ കാലത്ത് വന്നു, കണ്ടു, സംസാരിച്ചു, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് വിവാഹമാണ്. അധികം അങ്ങനെ നമുക്ക് അവരുടെ വീട്ടുകാരുമായിട്ടോ ചിലപ്പോൾ പെണ്ണും ചെറുക്കനും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചെന്നിരിക്കും. പക്ഷെ വീട്ടുകാരുമായിട്ടൊന്നും നമുക്ക് യാതൊരു പരിചയമില്ല. നമ്മൾ ചെന്ന് കയറുമ്പോൾ തീർച്ചയായിട്ടും ഒരു അപരിചിതത്വത്തിലേക്ക് നമ്മളെ പറിച്ചെറിയുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പൊ ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയവർ ഒത്തിരി പേര് മെസ്സേജ് അയച്ചു. അപ്പം പിന്നെ രണ്ടാമത്തെ കാര്യമാണ് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അവസ്ഥ. കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാല് എനിക്കൊരു കല്യാണം കഴിഞ്ഞൊരു 3-4 മാസത്തെ ഗ്യാപ്പേ വന്നുള്ളൂ. ആ സമയം കൊണ്ട് എന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതിനുശേഷമാണ് പ്രഗ്നന്റ് ആയത്. ആ പ്രഗ്നൻസിയാണ് അബോർഷൻ ആയത്. ആ ഒരു സമയം എന്ന് വെച്ചാൽ കിട്ടിയ വാക്ക് അങ്ങ് പറഞ്ഞ് നമ്മളെ അങ്ങ് ക്രൂശിത്തറയ്ക്കാവുന്ന രീതിയിൽ അങ്ങ് ചെയ്യും മനുഷ്യർ കേട്ടോ. അപ്പം ആ ഒരു വാക്ക്, ഈ കുഞ്ഞുങ്ങളില്ലാത്തവരെ പറയുന്ന ഒരു വാക്ക്, ആ ഒരു മച്ചി എന്നുള്ള ഒരു വാക്ക് പോലും അന്നേരമാണ് ശരിക്കും അങ്ങനെ നമ്മളെ ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്തവരെ പറ്റിയ പറയുന്നത് അത്ര എന്തുവാ കുറ്റപ്പെടുത്തിയുള്ള വാക്കാണ് എന്നൊക്കെയുള്ളത് അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലും. പിന്നെ അതിനെല്ലാം ശേഷം കുറെ ഗ്യാപ്പ് വന്നു. അത് DNC ചെയ്ത് കഴിഞ്ഞൊരു 3 മാസം വീണ്ടും നമുക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് മുത്തിനെ പ്രഗ്നന്റ് ആയ സമയത്ത് ആ പ്രഗ്നൻസിയുടെ സമയത്ത് പോലും നമുക്ക് എന്തുവാ ഇതിനൊക്കെ അതിനെ കിട്ടൂല എന്ന് പറഞ്ഞവര് വരെയുണ്ട് കേട്ടോ. എന്താണ് അതിന്റെയൊക്കെ പുറകില് അവരോടൊക്കെ ഞാൻ ചെയ്ത ദുഷ്ടത്തരമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇതിനെ കിട്ടൂല. ആ വാക്കുകളൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ച് നമ്മളിങ്ങനെ സ്ട്രെസ് അനുഭവിച്ച് നമ്മളൊരു പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം കുഞ്ഞിനുണ്ടായിരിക്കും.
അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിലുള്ളത് കൊണ്ടാണ് ഞാൻ അതവിടെ പറഞ്ഞത്. ഞാൻ ആ 8 മാസം സ്ട്രെസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ള രീതിയിൽ പറഞ്ഞു. ആ രീതിയിൽ അനുഭവിക്കുന്ന കുറേ അമ്മമാര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3ാമത്തെ കാര്യമാണ് അസുഖം വന്ന് ശരീരഭാഗം മുറിച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഒത്തിരി ആൾക്കാർ അവരുടെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം എല്ലാവരോടും പരിചയപ്പെടുന്നതിലും സംസാരിക്കുന്നതിലും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. പലയിടത്തും എനിക്ക് സമയക്കുറവ് കൊണ്ട് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ജോഷ് ടോക്ക് വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. അത് ഞാൻ നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അന്നേരമാണ് ഇന്നലത്തെയൊക്കെ അങ്ങ് ഇടങ്ങേറായി പോയത്, അതുകൊണ്ടാട്ടോ. പിന്നെ ഇന്നലെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, കുടിലൂഴി എന്ന് പറയുന്നൊരു സ്ഥലമാണ് നമ്മൾ പോകുന്ന വഴിക്ക് കേട്ടോ. ഒരു എസെന്നോ യുവെന്നോ അങ്ങനെ വേണമെങ്കിലും പറയാം, അതുപോലത്തെ ഒരു കൊടും വളവാട്ടോ. അവിടെ വെച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരാൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്, കൈയൊക്കെ കാണിച്ചു. ഞാൻ വിചാരിച്ചിനിയും എന്റെ കൂടെ സ്കൂട്ടറിൽ പുറകിലിരുന്ന് വരാനായിരിക്കും എന്ന് ഓർത്തു കേട്ടോ. ഞാൻ അങ്ങനെ ആർക്കും ലിഫ്റ്റ് കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു ഒറ്റ കൈയുടെ ബലത്തിലാണ് വണ്ടി ഓടിക്കുന്നത്. നമുക്കൊരു എന്തെങ്കിലും വീണോ മുറിയോ ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കാരണം വേറൊരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ജീവിതകാലത്ത് അതിന്റെ പാവം തീരൂല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരെയും വെയിറ്റ് വെച്ച് വണ്ടി ഓടിക്കാറില്ല കേട്ടോ. ആരെങ്കിലും കൈ കാണിച്ചാൽ എനിക്ക് പറ്റൂല എന്ന് പറയും. അത് നമ്മുടെ അവസ്ഥ അതായതുകൊണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ വല്ലരും അങ്ങോട്ടങ്ങനെ ഇറങ്ങാൻ എന്റെ കൂടെ വരാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ഓർത്ത് കേട്ടോ. എന്തായാലും ഞാൻ വണ്ടി നിർത്തി. അപ്പൊ ഓടി വന്ന് എൻ്റെ അടുക്ക വന്ന് സംസാരിച്ചോടെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്നെ വെയിറ്റ് ചെയ്ത് കുറേ ദിവസങ്ങൾ അവിടെ നിന്നു. മുത്തിന്റെ പിറന്നാളിന് സ്വീറ്റ്സുമായിട്ട് കാത്തു നിന്നു. പക്ഷെ ഞങ്ങളെ കാണാൻ പറ്റിയില്ല. അതിനുശേഷം കുറേ ദിവസങ്ങൾ എന്നെ വെയിറ്റ് ചെയ്ത് നിന്ന് എന്നെ കണ്ടില്ല. പിന്നെ എന്നോട് പറഞ്ഞ് കുറേ ദിവസത്തെ കാത്തിരിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് സംസാരിച്ചു കേട്ടോ. നമ്മുടെ എന്താണ് എൻ്റെ പേര് ശ്രുതി എന്നാട്ടോ, ശ്രുതിയാണ് എന്ന് സംസാരിച്ചത്. അപ്പം ഞാനിങ്ങനെ ഓർത്തു, എന്താണ് നമുക്ക് ദൈവം തരുന്ന ഓരോ മനസ്സന്തോഷങ്ങളാണത് അല്ലേ. ഒക്കെ ഒരു എന്താണ് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന സന്തോഷങ്ങളാണതൊക്കെ. അപ്പം ഞാനത് പറഞ്ഞതാണ് എൻ്റെ പ്രിയങ്ങളോടൊക്കെ. പിന്നെ ഇന്നാണെങ്കിലും കുറേ പേര് 2-3 പേര് വന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൽ 2 പേരുടെ പേര് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഒരാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, പേരൊന്നും ചോദിച്ചില്ല, വന്ന് സംസാരിച്ചിട്ട് അങ്ങ് പോയിട്ടോ. ഞാൻ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് നിങ്ങളോട് പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അടുക്കളയിൽ പാചകമില്ലാഞ്ഞുകൊണ്ട് ഞാനിതങ്ങ് പറയാമെന്ന് ഓർത്ത് കേട്ടോ. ഞാനേ ഗ്രീൻ ടീ കുടിച്ച് കപ്പലണ്ടി കഴിക്കാം. ചൂടുണ്ട്, തണുക്കട്ടെ. അത്രയും ചൂട് എനിക്ക് കുടിക്കാൻ വയ്യ. ഇന്ന് രാവിലെ ഇവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാത്രിയിലൊക്കെ ഭയങ്കര ചൂടും രാവിലെ ആകാറായപ്പോൾ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ഈ ഉഷ്ണമായണൊക്കെ ഞാൻ അങ്ങനെ വെള്ളം ചൂടാക്കി കുളിക്കാറില്ലായിരുന്നു. ഇന്ന് ഞാൻ വെള്ളം ചൂടാക്കി കുളിച്ചു. എന്നും ചൂടാക്കിയ വെള്ളത്തിലാണ് കുളിക്കുന്നത്. അതിന്റെ എനിക്ക് പറ്റൂല. പിന്നെ ഇപ്പൊ ഇത്ര ഉഷ്ണമായപ്പോഴാണ് ഞാനതൊന്ന് ഒഴിവാക്കിയത്. പക്ഷെ ഇന്ന് വീണ്ടും തടയുകയായി. അതിനും വയ്യാഴിയുടെ ആയിരുന്നോ എനിക്കറിയത്തില്ല. എനിക്ക് നല്ലപോലെ തണുപ്പ് ഫീൽ ചെയ്തായിരുന്നു. ഞാൻ വെള്ളം ചൂടാക്കിയ കുളിച്ചത്. പിന്നെന്താ, എന്റെ പ്രിയങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുവാണോ, സന്തോഷമായിട്ടിരിക്കുവാണോ? എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. എല്ലാം നമ്മൾ തരണം ചെയ്ത് ഇങ്ങനെ പോവാ അല്ലേ. ഈ പറയുന്ന നമ്മളൊന്നും അല്ലാതെ ഇതിനേക്കാൾ കരുത്തുറ്റ ആൾക്കാർ നമുക്കിടയിലുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ ഇതെന്റെ ഒരു വീക്ക്നെസ് ആയി പോയി കേട്ടോ. ചെറുപ്പം മുതലേ ഇതെന്റെ വീക്ക്നെസ്സാ. പല കാര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ഒരു പ്രായമാകുമ്പോൾ മാറുമല്ലോ. അങ്ങനെ മാറിയ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. കപ്പലണ്ടി മിഠായിയൊക്കെ ഞാൻ ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു. ഇപ്പം ഞാൻ അത് കുറച്ച് വെച്ച് മധുരമായതുകൊണ്ട്. അങ്ങനെ പല സാധനങ്ങളും. ഇവിടെയൊക്കെ ആണെങ്കിൽ മിച്ചറിണ്ടാന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മുടെ മിച്ചറില്ലേ, മിച്ചറിനകത്തെ ആ കോല് പോലെ കിടക്കുന്നത് അത് കപ്പലണ്ടി മിഠായി പോലെ ഉരുട്ടിയെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ മാക്രോണി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് മാക്രോണി എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അതും മധുരമുള്ളൊരു സാധനം. അതൊക്കെ എനിക്ക് എന്തോരം ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ള പല സാധനങ്ങളും ഞാൻ ഒഴിവാക്കിയതാണ്. ഇഷ്ടക്കേട് കൊണ്ടല്ല, മധുരമായതുകൊണ്ട് ഒഴിവാക്കിയത് കേട്ടോ. പക്ഷെ അന്നും ഇന്നും എന്നെ വിടാതെ പിന്തുടരുന്നത് ഈ കപ്പലണ്ടി.
ആ ആ ആക്കിത്തരാം. ആ രണ്ടുപേർക്കും തൊണ്ടവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇച്ചിരി ഉപ്പ് വെള്ളം കൊള്ളണമെന്ന്. അപ്പം അതിന് ആവിയൊക്കെ പിടിച്ചത് ഞാൻ വന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ മുത്ത് വിളിച്ച് പറഞ്ഞു മൂക്കൊലിക്കുന്നു, പനി പോലെ ഉണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ആവി പിടിക്കാൻ പറഞ്ഞതിന് ആവിയൊക്കെ പിടിച്ചിട്ടിരിക്കും, ഒന്നുകൂടെ ആവി പിടിച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മുടിക്കെട്ട് അഴിച്ച കേട്ടോ. മുടിക്കെട്ട് എനിക്ക് ഒരു ഭാരം പോലെ തോന്നുന്നു, അതുകൊണ്ട് ഈ മുടിക്കെട്ട് അഴിച്ചു. മുടിയില്ലേലും തോർത്തിന് നല്ല ഭാരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് അഴിച്ചു വെച്ചു കേട്ടോ. പിന്നെന്താ, എന്താണ്ടൊരു കാര്യം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു, മറന്നുപോയല്ലോ. ഇപ്പൊ അങ്ങോട്ട് ഓർത്തു വന്നതാണ്, പെട്ടെന്ന് മറന്നു. തീർന്നു പോച്ച്. ഞാൻ തമിഴ് പഠിക്കുന്നത് കല്യാണം കഴിഞ്ഞ് എന്നെ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി ആ സമയത്താണ് തമിഴ് പഠിക്കുന്നത് കേട്ടോ. ഞാൻ ആ ചെന്ന സമയത്ത് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല തമിഴ്, ഞാൻ അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലാതെ അങ്ങോട്ട് ചെന്നത്. ഞാൻ ആകെ കണ്ടിരിക്കുന്ന ഒരു തമിഴ് സിനിമ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് കണ്ട സിനിമയാണ് കാതലൻ. കാതലൻ കാണാൻ കാരണം എന്താണെന്നറിയാം, അന്ന് മാമന് ഗൾഫിലായിരുന്നു. അപ്പൊ മാമൻ അവിടുന്ന് വന്നപ്പം VCR-ഉം കാസറ്റും കൊണ്ടുവന്നു അന്നത്തേക്ക് കേട്ടോ. അതിൽ ഒരെണ്ണം കാതലന്റെ കാസറ്റായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് അങ്ങനെ ഇരുന്ന് വീട്ടിലിരുന്ന് കണ്ട സിനിമയാണ്. അങ്ങനെയാണ് തമിഴ് സിനിമ കാണുന്നത്. ഒന്നും മനസ്സിലാകാതെ വെറുതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അന്ന് കേട്ടോ. അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടുള്ളത്. പിന്നെ അതിനകത്തെ പാട്ടൊക്കെ അന്നത്തെ ഹിറ്റുകളായിരുന്നല്ലോ, മുക്കാബില എന്നൊക്കെയുള്ള ആ പാട്ടൊക്കെ സ്കൂളിലൊക്കെ ഡാൻസ് ഒക്കെ കളിക്കാനും ഒക്കെ അങ്ങനെ അറിയായിരുന്നു. അല്ലാതെ തമിഴൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാണ് തമിഴ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തമിഴ്നാട്ടുകാരോട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ബഹുമാനമല്ലേ ആൾക്കാർക്ക് പരസ്പരമാണെന്നുണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഈ സിനിമാ താരങ്ങളോടൊക്കെ അവർക്ക് നമ്മളൊക്കെ കാണിക്കുന്ന സ്നേഹത്തിനെക്കാട്ടിലും കുറച്ച് ആരാധന കൂടുതലാണല്ലേ. പിന്നെ ചെന്ന സ്ഥലമെന്ന് വെച്ചാല് കടൽത്തീരമാണ്. അതൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ പിടിച്ചു നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഫുൾ ടൈം തമിഴ് ചാനലൊക്കെ വെച്ച് ഇങ്ങനെ കാണുവേ. അപ്പൊ ഞാനതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കുറെ തമിഴൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം അവിടെ രാവിലെ തൈര് വിൽക്കുന്ന ഒരു പാട്ടി വരുവേ. പാട്ടി വന്ന് എന്നോട് ചോദിച്ചു തൈര് വേണോന്ന് ചോദിച്ചു. ഞാൻ വേണം എന്ന്, അന്ന് ഈ ഭാഷ ഒന്നും മനസ്സിലാക്കുന്നതിന് മുമ്പുള്ള കാര്യം കേട്ടോ. വേണം എന്ന് പറഞ്ഞിട്ട് അകത്ത് പോയി പാത്രം എടുത്തോളൂ വന്നപ്പോഴത്തേക്ക് പാട്ടിന് പോയി കേട്ടോ. എന്താ പറയാ, വേണ എന്ന് പറഞ്ഞ അവിടെ വേണ്ടാന്നല്ലേ അർത്ഥം. അവരത് അങ്ങനെയാ കേട്ടത് കേട്ടോ. ഞാൻ വേണം എന്ന് തന്നെയാ പറഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായി വേണ എന്നാണ് പറയേണ്ടത്. വേണ എന്ന് പറഞ്ഞാൽ വേണ്ട എന്നാണ് ഇവിടെ അർത്ഥം. അപ്പൊ പിന്നെ ഞാൻ ചാനലൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണും, സിനിമകൾ കാണാൻ തുടങ്ങി, പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ തമിഴ് പാട്ടുകളൊക്കെ എനിക്ക് അങ്ങ് അഡിക്റ്റ് ആയി പോയി ഞാൻ അങ്ങനെയുള്ള പാട്ടുകൾക്കൊക്കെ തമിഴിലെ കേട്ടോ. അങ്ങനെ ഞാൻ തമിഴ് എഴുതാൻ പഠിച്ചു, തമിഴ് അക്ഷരങ്ങളെല്ലാം പഠിച്ചു. അവിടെ ഇരുന്ന് പകൽ അതല്ലേ ഉള്ളു ജോലി. പകൽ മുഴുവനും തന്നെ ഇരിക്കുകയാണ്, വെളിയിലോട്ട് പോലും ഇറങ്ങത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ. അടുത്തല്ലേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളും ഹൗസ് ഓണറുടെ വീടും ഒക്കെയാണ്. അവിടെയൊക്കെ എന്നും വലിയ ഫംഗ്ഷനും പരിപാടികളും ഒക്കെ. നമ്മളതുകൊണ്ട് എപ്പോഴും ആളും ബഹളം ഒക്കെ ഉള്ളതുകൊണ്ട് വെളിയിലൊന്നും അധികം ഇറങ്ങത്തില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അറിയത്തില്ലല്ലോ. അതിന്റെ കൂടെ വേസ്റ്റ് കളയാൻ വേണ്ടി അങ്ങോട്ട് ആ ഓണറൊക്കെ താമസിക്കുന്ന വീടിന്റെ അപ്പുറം ഒരു വേസ്റ്റ് കളയുന്ന സ്ഥലമുണ്ട്. ഞാനൊരു ദിവസം വേസ്റ്റ് കൊണ്ടുപോയി. ഞാൻ വേസ്റ്റ് കളഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ട്. ആ ചേച്ചി ഇടയ്ക്കൊക്കെ എന്നോട് വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ആ ചേച്ചി എന്നോട് ചോദിച്ചു മുരിങ്ങയില വേണമെന്ന്. അപ്പൊ നമുക്ക് ഭയങ്കര ഇവിടെ മുരിങ്ങയില കിട്ടുമോ എന്നൊക്കെ ഉള്ളതിൽ അവര് താമസിക്കുന്ന റൂമിനോട് ചേർന്ന്, അതൊരു കുഞ്ഞു വീടാണ്. ആ കുഞ്ഞു വീടിനോട് ചേർന്ന് അവർക്കൊരു മുറ്റമൊക്കെ ഉണ്ട്. ആ മുറ്റത്തൊരു മുരിങ്ങ നിൽപ്പുണ്ട്. അതേന്ന് കുറച്ച് ഇലയൊക്കെ എനിക്ക് ഒടിച്ചു തന്നു, കൊണ്ടുപോയി തോരനോ കറിയൊക്കെ വയ്ക്കാൻ. എന്റെ ദൈവമേ, ഞാൻ അതും കൊണ്ട് ഇങ്ങോട്ട് വരുമോ? കുറച്ചിങ്ങോട്ട് മാറിയാൽ മതി, കുഞ്ഞു കുഞ്ഞു കുറേ വീടുകൾ. അതിന്റെ അപ്പുറത്ത് ഞങ്ങളൊക്കെ താമസിക്കുന്ന പോലെ 3-4 വീടുകളുണ്ട്. അവിടെ 2 മുറിയായിട്ടുള്ള ഗ്രില്ലൊക്കെ ഇട്ട കുഞ്ഞു വീടുകൾ. മറ്റേത് ഇതാണ് നമ്മുടെ ഈ ഷീറ്റ് പോലെ ഒരു സാധനം വെച്ചുണ്ടാക്കിയ വീടുകളാട്ടോ. കുഞ്ഞു 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 വീടുകൾ, കുടില് പോലത്തെ, കുടിലല്ല അതേപോലത്തെ ഷേപ്പിലുണ്ടാക്കിയ കൊച്ചു വീടുകൾ. അപ്പൊ ആ വീടുകളെല്ലാം കടന്ന് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. ഞാൻ ഈ മുരിങ്ങയിലൊക്കെ മേടിച്ചോണ്ട് ഞാൻ ഇങ്ങനെ വരുവാ. വന്നപ്പോഴത്തേക്ക് ഈ ഹൗസ് ഓണറുടെ വീട്ടിൽ കുറെ ആടുകളുണ്ട്. ആടുകൾ കുറെ എണ്ണം കൂടെ ചാടി എന്റെ നേരെ വന്ന് ഞാൻ പേടിച്ചലറി നിലവിളിച്ച് മുരിങ്ങയിലേ പോയി
അയ്യോ അവിടെ അപ്പോഴത്തേക്ക് ആ ചേച്ചിക്ക് ഓടി വന്ന് മുരിങ്ങയിലേക്ക് അങ്ങ് മേടിച്ച് കുറെ ആട് തിന്നു കേട്ടോ. ആ ഒരു സംഭവത്തോടെ ഞാൻ പുറത്തിറങ്ങുന്ന പരിപാടി നിർത്തി കേട്ടോ. പിന്നെ ഞാൻ ഇറങ്ങത്തേ ഇല്ല, വേസ്റ്റ് കളയാനൊന്നും ഞാൻ പോകത്തില്ല കേട്ടോ. ഇനി അതിന്റെ കൂടെ അവിടെ പന്നിയുണ്ട്, വേസ്റ്റ് കളയുന്നിടത്ത് പന്നിയുടെ ബഹളം. ഞാൻ ഇങ്ങനെ അവിടെ ചെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നീ അപ്പുറത്തോട്ട് ദൂരോട്ട് ഇങ്ങനെ വലിച്ചെറിയാം, അതിന്റെ അടുത്തൊന്നും പോവില്ല കേട്ടോ. അപ്പം അങ്ങനെ പേടിച്ച് പിന്നെ വെളിയിലൊന്നും ഇറങ്ങത്തില്ലായിരുന്നു. അങ്ങനെ മുരിങ്ങയില ആട് തിന്ന് കഥ പറയാൻ കാരണമെന്ന് വെച്ചാൽ അന്നേരമാണ് എനിക്ക് ഈ ഭാഷ പഠിക്കണം എന്നുള്ള ഒരു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അത്യാവശ്യമായി. അങ്ങനെ ഞാൻ തമിഴ് ചാനലൊക്കെ വെച്ചിട്ട് അക്ഷരങ്ങൾ എഴുതിയും വായിച്ചും ഒക്കെ പഠിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ചില അത്യാവശ്യം നല്ലതുപോലെ തമിഴ് വായിക്കാനൊക്കെ പഠിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ബസ്സിൻ്റെ ഒക്കെ പേര് വായിക്കാനും സ്ഥലപ്പേര് വായിക്കാനും അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. പിന്നെ എന്നാലും അധികം അങ്ങനെ സംസാരിക്കത്തില്ലെന്നേ ഉള്ളൂ, വായിക്കാനൊക്കെ പഠിച്ചായിരുന്നു. അങ്ങനെ എന്താ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷവും ഈ പാട്ടുകളോട് അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. അതാ ഞാൻ കാര്യം തമിഴ് പാട്ടിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും തമിഴ് പാട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് പാട്ടുകൾ. ഇങ്ങനെ പഠിച്ചതാണ്, ഭയങ്കര ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പാട്ടുകളുണ്ട്. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ താമസിക്കുന്ന വീടിനോട് ചേർന്ന് ഒരു കല്യാണ മണ്ഡപം കേട്ടോ. ആ മണ്ഡപത്തിൽ ദിവസവും കല്യാണം ഉണ്ട്. ആ മണ്ഡപത്തില് അവിടെ നമ്മുടെ ഏത് സിനിമയാ, മണിച്ചിത്രത്താഴിന്റെ തമിഴുണ്ടല്ലോ, എന്തോ അതിനകത്തൊരു പാട്ടല്ലോ, ദേവൂടാ ദേവൂടാ, ആ പാട്ട് സർവ്വസമയം അതാണ് അവിടെ കേൾക്കുന്നത് കേട്ടോ. അന്നത്തെയൊക്കെ ഹിറ്റ് പാട്ടാണല്ലോ ആ പാട്ട്. പിന്നെ ഒരു വാർത്ത കേട്ട് ഒരു വർഷം കാത്തിരുന്ന പാടാൻ അറിയത്തില്ല ആ പാട്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ പാട്ടുകൾ എന്റെ ദൈവമേ, ആ അന്നത്തെയൊക്കെ കാലത്തിന്റെ ഓർമ്മകളാണ് ആ പാട്ടുകൾ കേട്ടോ. അങ്ങനെ അതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട് അവിടെ നിൽക്കുമ്പോൾ ഉള്ള സമയത്തുള്ള കുറെ പാട്ടുകൾ. അങ്ങനെ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട പല സിനിമകളുടെയും കൂട്ടത്തിൽ വന്നതാണ് ഒരു പാട്ട്. ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ, ഗോപികയൊക്കെ അഭിനയിച്ച സിനിമയ്ക്കകത്ത് ഒരു പാട്ടുണ്ട്, മനസ്സുക്കുള്ളേ ദാഹം വന്നല്ലോ എന്ന്. തമിഴും മലയാളവും കൂടെ മിക്സ് ചെയ്ത ഒരു പാട്ടാണ് കേട്ടോ. അപ്പം ആ മലയാളി തമിഴ് നടനും മലയാളിയായ പെൺകുട്ടിയും തമിഴ് അറിയാവുന്ന ആൺകുട്ടിയും തമ്മിലുള്ള ഒരു സിനിമയാണത്. അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ പാട്ടൊക്കെ എനിക്ക് എന്തോ ഇഷ്ടമായിരുന്നു. കാരണം നമ്മുടെ കുറച്ച് ജീവിതമായിട്ട് കുറച്ച് സാമ്യം ഉണ്ടല്ലോ അതിന്. നമുക്ക് മലയാളം അറിയത്തുള്ളൂ, അവിടെ മൊത്തം തമിഴാണ്, അങ്ങനെയൊക്കെയുള്ള ആ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പക്ഷെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമൊക്കെ വരും, എന്നാലും ഞാൻ കേൾക്കും. അപ്പൊ തമിഴ് പാട്ടുകളോട് അങ്ങനെയാണ് ഇഷ്ടം തോന്നിയതെന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞു വരുമ്പോൾ പലതും ഇങ്ങനെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നതാ കേട്ടോ. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതിന്റെ തുടർച്ചയായിട്ട് വേറെ പല 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 കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ മോനുകുട്ടനാണ് ഇപ്പൊ കുറേ ദിവസം കൊണ്ട് സൈക്കിൾ വേണമെന്ന് പറഞ്ഞ് വഴക്കാം. നമ്മുടെ ഇവിടെ ഒന്നും സൈക്കിൾ ഓടിക്കാനുള്ള മുറ്റമില്ല, പിന്നെ നമ്മൾ റോഡിൽ വെച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ. ഇവിടെ ഞാനില്ല, മുത്തില്ല. മുത്ത് വന്നാൽ തന്നെ എനിക്ക് ഇവരെ രണ്ടുപേരെയും കൂടെ റോഡിൽ വണ്ടി ഓടിക്കാനും സൈക്കിൾ ഓടിക്കാനും ഒക്കെ വിടാൻ എനിക്ക് വിശ്വാസക്കുറവാണ് കേട്ടോ. അതുകൊണ്ട് സൈക്കിൾ എന്ന ആഗ്രഹം ഞാൻ കുഞ്ഞിലെ മറ്റേ ബേബി സൈക്കിൾ ഉണ്ടല്ലോ, ആ സൈക്കിൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈക്കിൾ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. കാരണം മുത്തിനൊരു 10 വയസ്സൊക്കെ ആയപ്പോൾ ഇതുപോലെ വഴക്കിടുമായിരുന്നേ. വഴക്കിട്ട് അവനൊരു സൈക്കിൾ മേടിച്ചു. അപ്പം നമ്മൾ താമസിച്ചിരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നിടത്ത് തന്നെ ഒരു വീട്ടിലായിരുന്നു, വാടകയ്ക്ക് താമസിച്ചത്. അവിടെ എങ്ങനെയാണെന്നറിയാം, മെയിൻ റോഡിൽ നിന്ന് നല്ലൊരു കോൺക്രീറ്റ് ചെയ്ത ഒരു ഇറക്കമാണ് വീട്ടിലോട്ട്. ഇവനെന്തോ എന്നറിയാമോ, ഇവ സൈക്കിളും കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത റോഡിൽ കൂടെ മേളിൽ കയറി മെയിൻ റോഡിൽ വന്നിട്ട് അവിടുന്ന് ഒരൊറ്റ പോക്ക് താപ്പോട്ടില് കുത്തനെ കിടക്കുമല്ലോ, ഇങ്ങനെ പോയി അവിടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, പോസ്റ്റിൽ ഇടിച്ച് മറിഞ്ഞ് തെറിച്ച് വീണ്. ദൈവാധീനം കൊണ്ടാണ് ഒന്നും പറ്റിയില്ല, സൈക്കിള് പഞ്ചറായിപ്പോയി. അവിടെ നിന്ന് മനുഷ്യർ മുഴുവൻ വിചാരിച്ചു ഇവൻ തെറിച്ച് വീഴുന്ന കണ്ടപ്പോ എന്തോ സംഭവിച്ചു കേട്ടോ. അത്രയും ഞാൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ അവിടെ മുഴുവൻ അതായിരുന്നു ചർച്ച, ഇവന്റെ വണ്ടി ഓടിക്കല്, സൈക്കിൾ ഓടിക്കല്. അങ്ങനെ ആ സൈക്കിൾ ഞാൻ മാറ്റി വെച്ചതാണ്. മോനുകുട്ടൻ എന്തായാലും സൈക്കിൾ മേടിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചതാണ്. എന്നോട് ഇപ്പൊ കുറേ ദിവസം കൊണ്ട് അങ്ങ് സൈക്കിളിന് വഴക്കിടും. അപ്പൊ നമ്മളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ നടക്കാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ വണ്ടി പോകുന്ന റോഡാണ് നമ്മുടെ റോഡ്, ഈ വീടിന് മേലത്തെ റോഡെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വണ്ടി പോകുന്ന കേട്ടോ. അവിടെ എങ്ങനെ ഇവനെ ഞാൻ വണ്ടി ഓടിക്കുക സൈക്കിൾ ഓടിക്കാൻ നമുക്ക് കയറ്റി വിടാൻ പറ്റുമോ? പിന്നെ നമ്മുടെ മുറ്റത്താണ്, ഒട്ടും സ്ഥലമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, സൈക്കിൾ നമുക്ക് വേണ്ട,
എന്ന് പറഞ്ഞിങ്ങനെ വെച്ചേക്കും. അപ്പൊ എന്നോട് ഇപ്പൊ 2-3 ദിവസം കൊണ്ട് അതേ പറഞ്ഞുകൊണ്ടിരിക്കുവോ, എനിക്ക് 8 വയസ്സാകുമ്പോൾ സൈക്കിൾ മേടിച്ചു തരണം, എനിക്ക് 9 വയസ്സാകുമ്പോൾ മേടിച്ചു തരണം, 20 ദിവസം കഴിയുമ്പോൾ മേടിക്കണം. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ ജാനിക്കുട്ടിയുടെ ഒക്കെ വീടിന്റെ അവിടുന്ന് കൊച്ചു വഴി ഇറങ്ങി ടാറിട്ട റോഡിലോട്ട് കുഞ്ഞുങ്ങളെ 2 വണ്ടിയും കൊണ്ട് ചെന്ന് കാർ ഏതാണ്ട് ഇടിച്ച് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ അവിടെ കുറെ കുഞ്ഞുങ്ങൾ സൈക്കിളൊക്കെ ഓടിച്ചോണ്ട് നടക്കുന്ന കാണായിരുന്നു. അതുകൂടെ കേട്ടപ്പം ഞാൻ തീർച്ചയായിട്ടും ഇനി സൈക്കിൾ മേടിക്കില്ല. ഞാൻ സൈക്കിൾ മേടിക്കത്തില്ല. അപ്പൊ എന്തിനാ നമ്മള് ആരെങ്കിലും ഒക്കെ വീട്ടിലിരിക്കുന്നവരാണ് കുഴപ്പമില്ല. മോനുകുട്ടൻ ഇങ്ങോട്ട് വന്നേ. മോനുകുട്ടന് അറിയാമെന്ന് അറിയത്തില്ല, അവിടെ സൈക്കിളൊക്കെ ഓടിച്ചോണ്ട് നടക്കുന്ന ഒരു ചേട്ടനുണ്ട് ജാനിക്കുട്ടിയുടെ അവിടെ. കേട്ടോ ആ ചേട്ടനാണ് അനിയനാണ്, പിള്ളേരാരും സൈക്കിൾ ഓടിക്കുന്നവരാ. അവിടെ നിന്ന് കാറിടിച്ച് സൈക്കിളിൽ നിന്ന് തെറിച്ച് കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് എല്ലാം പൊട്ടിച്ച് അവിടുന്ന് തെറിച്ച് റോഡിൽ വീണ് മയങ്ങി കിടക്കുമായിരുന്നു. അവിടുന്ന് ആൾക്കാരെല്ലാം കൂടെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അവരുടെ അമ്മയും അച്ഛനും ഒന്നും അറിഞ്ഞിട്ടില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് അറിഞ്ഞത്. അതാ അമ്മയ്ക്ക് അതൊക്കെ ഓർക്കുമ്പോൾ പേടിയാണ്. അതുകൊണ്ടാ ഓടിക്കാനറിയാം. റോഡില് വലിയ വണ്ടികൾ വരുന്ന റോഡിലൊന്നും കുഞ്ഞുങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇപ്പൊ എന്തോന്നറിയാം, റോഡ് മുഴുവൻ അങ്ങ് മിനുസപ്പെടുത്തിട്ട് ടാറിട്ട് 1-2 വർഷം ഞങ്ങൾ മെറ്റിലിന്റെ മണ്ടയിൽ കൂടെ വണ്ടി ഓടിച്ചായിരുന്നു പോകുന്നത്. ഭയങ്കര റേസിംഗ് കാറുകളൊക്കെ ആയിരുന്നു അതുവഴി പോയിക്കൊണ്ടിരുന്നത്. എന്റെ ഈ ഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തോ അതിന് പറയുന്നത്, തെറിച്ച് വണ്ടി മൊത്തം ആ റോഡിൽ കൂടെ ഓടിച്ച് മുഴുവൻ പഞ്ചറായതാ കേട്ടോ. അപ്പം ആ റോഡ് ഇപ്പം നല്ല ടാറിട്ട് നല്ല മിനിന്ന് കിടക്കുക കേട്ടോ. നല്ല ഹൈവേ പോലെ കിടക്കുക. അപ്പം വണ്ടി പാഞ്ഞാ വരുന്നത്. വളവും തിരിവുള്ള റോഡാണ്, പാഞ്ഞു വരും. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ, അവര് ഇറങ്ങുകയും കയറുകയും അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും തിരിച്ച് നിൽക്കും. ഈ വണ്ടികൾ വരുന്നവർക്ക് ലക്കും ലഗാനും ഇല്ലാതെ വന്ന് തട്ടിയിട്ടിട്ടല്ലേ. എനിക്കറിയത്തില്ല ഏത് കുഞ്ഞാന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ കണ്ടിട്ടുള്ളവർ വല്ലതും ആയിരിക്കും. ആപത്തൊന്നും വരാതിരിക്കട്ടെ ദൈവമേ. അതുകൊണ്ടാ അമ്മയ്ക്ക് പേടി കേട്ടോ. ഇവിടെ നമുക്ക് മുറ്റത്ത് സ്ഥലമില്ലല്ലോ. നല്ലതാ. എന്നിട്ട് വേണം നേരെ കുഴിക്കകത്ത് പോവാൻ. വേണ്ട, ഇത് നമ്മുടെ ഇവിടെ ഞാൻ തുണ്ടുതുണ്ടായിട്ടുള്ള സ്ഥലം. ഈ സൈഡ് ഒന്നും കെട്ടിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ കൈവരി കെട്ടിയിട്ടില്ല. വീടിന്റെ മോൾ വശവും കൈവരി ഒന്നും കെട്ടാതെ കിടക്കുക കേട്ടോ. വീടിന്റെ മേളിൽ ഓടിക്കാവും. അവിടെ ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് എനിക്ക് പിന്നെ മോനിക്കുട്ടിനെ കൊണ്ട് ഇവിടെ വന്നപ്പോ ഞാൻ ആദ്യം ഓർമ്മയുമേ ഈ മുറ്റത്തൊക്കെ എങ്ങനെ നടക്കുമെന്ന്. അവിടെ ഇതൊന്നും ഇല്ലല്ലോ. ഞാനതിന് കുറെ ചെടികൾ ഈ സൈഡെല്ലാം ചെടി നട്ട് ചെമ്പരത്തി അതും ഇതെല്ലാം കാട് കയറുന്ന ചെടി മൊത്തം അവിടെ എല്ലാം നട്ട് പിടിപ്പിച്ചു. മോനിക്കുട്ടനെ പേടിച്ച്. എന്നിട്ട് തന്നെ ഒരു പ്രാവശ്യം ഇവിടുന്ന് വീണു. പല്ല് തേക്കാൻ ഇറങ്ങിയതാണ്. പല്ല് തേക്കാൻ ഇറങ്ങിയേച്ച് നമ്മുടെ ഒരു പഴയ വാട്ടർ ടാങ്ക് വെച്ചൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡ് വേറെ എന്തോ ആവശ്യത്തിന് അത് കട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു 3 കോണ് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്യാതെ അവിടെ വെച്ചേക്കുമായിരുന്നു. അത് അവിടെ ചാരി വെച്ചേക്കുവാ. ഇവിടെ നിന്ന് പല്ല് തേച്ച് ആ കമ്പിയെ ചവിട്ടി. കമ്പി അങ്ങ് മറിഞ്ഞ് താഴോട്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോ മോനുകുട്ടൻ ഒരു പോക്ക് താഴോട്ട്. എന്റെ നല്ല ജീവൻ പോയി. എന്റെ ദൈവമേ, ആ കമ്പിയുടെ മണ്ടയ്ക്ക് വീണെന്ന് ഓർത്ത് കേട്ടോ. കമ്പി ആദ്യം പോയി, ഇവൻ പുറകെ പോയി. അയ്യോ, എനിക്ക് ഇറങ്ങി ഓടിപ്പോയി എടുക്കാൻ പറ്റുമോ? അതുമില്ല. പിന്നെ ഭാഗ്യത്തിന് മുത്ത് ഇവിടെ ഉള്ള സമയത്തായിരുന്നു. ഞാൻ വഴി ചാടിപ്പോയി എടുത്തോണ്ട് വന്ന് താഴെ കുഴിക്കാത്ത 1.5 ആൾ പൊക്കത്തിൽ നിന്ന് വീണ പിന്നെ എന്തോ ചെയ്യും? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മുറിഞ്ഞൊന്നുമില്ല. ഭാഗ്യമല്ലേ മുറിയാഞ്ഞത്. മതി. അങ്ങനെ പല വീരേതിഹാസങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഇനി സൈക്കിൾ. ഇന്ന് നമ്മളെ പൊട്ടക്കഥകളൊക്കെ കേട്ട് എല്ലാവർക്കും ബോറടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ മുട്ട വറക്കട്ടെ. അവർക്ക് ദോശയും ഞാൻ ചോറും ഒക്കെ എടുത്ത് കഴിക്കട്ടെ. ഉപ്പുവെള്ളം എടുത്ത് വെച്ചതാട്ടോ. ഗാർഗിൾ ചെയ്യാൻ 2 പേർക്ക് ഉപ്പുവെള്ളം. ചൂടുണ്ട്, ഇച്ചിരി കൂടെ തണുക്കട്ടെ, അല്ലെ വാവുള്ളൂ. 2 പേരുടെ തന്നെ ഗാർഗിൾ ചെയ്യുന്നത്. എല്ലായിടവും പനിയും ചുമയുമാണ്. അത് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഞാൻ മുട്ട ബുൾസ അടിച്ചാൽ മതി പറഞ്ഞു കൊടുക്കാം. ഇത് നമ്മുടെ നോൺ സ്റ്റിക് പാൻ അല്ല കേട്ടോ, നമ്മുടെ ഇരുമ്പ് പാൻ. ഇന്നും
മുട്ട കൊണ്ടുവന്നപ്പോ ഞാൻ ഓർത്ത് കഴിഞ്ഞ പ്രാവശ്യം മുട്ട കൊണ്ടുവന്ന് 2 പൊട്ടിയത് നമ്മൾ എടുത്തായിരുന്നേ. അപ്പം ഒരാൾ പറഞ്ഞായിരുന്നു പൊട്ടിയതിലൊക്കെ അഴിക്കുവാണ്. പക്ഷെ അത് നമ്മൾ വെളി പോയതൊന്നും എടുത്തില്ല കേട്ടോ. ഇങ്ങനെ പൊട്ടിയിരിക്കുവാണ്, നമ്മളിങ്ങനെ ഇരിക്കത്തില്ലേ, അതാണ് എടുത്തത്. ഇവിടെ ഒരു പിടി ഉണ്ടായിരുന്നു കേട്ടോ, തടി കൊണ്ടുള്ള ഒരു പിടി, നീളത്തിലുള്ള ഒരു പിടിയായിരുന്നു. അത് ഒടിഞ്ഞു. പക്ഷെ എനിക്ക് സാധനം കളയാൻ തോന്നില്ല, കാരണം ബെസ്റ്റ് സാധനമായിരുന്നു. മോനിക്കുട്ടന് പട്ടി, നമ്മുടെ മുത്തുമണി. ഇത് മോനുക്കുട്ടന്, ഇത് മുത്തിന്, ഇതെനിക്ക്, വലിയ കുഴപ്പമില്ല. ചേച്ചൻ ഇട്ടത്ത് പോയി നിൽക്കുവോ? ഗാർഗിൾ ചെയ്തിട്ടോ ചോറിന്. ഞാൻ ഇച്ചിരി ചോറും നമ്മുടെ സ്വന്തം വറുത്തത്, ചക്കക്കുരു മിഴുക്കോരട്ടി എടുക്കട്ടെ. ചക്കക്കുരു മിഴുക്കോരട്ടി ചട്ടുകായോണ്ട് കുറച്ചേ വരുന്നുള്ളൂ കേട്ടോ. ഞാൻ ബാക്കിയും കൂടി ഇടട്ടെ. മുത്ത് കൂട്ടുകാരോട് ആരോടോ സംസാരിച്ചോണ്ട് നിൽക്കുക. ആരോ അല്ല, ഷാലോമാട്ടോ. ഷാലോമിനോട് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പം ഇന്നത്തെ അത്താഴം ഇതാണ്. എൻ്റെ ചക്കര മുത്തുമണികളൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും കമന്റ് ഇടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, എനിക്കറിയാട്ടോ. എല്ലാരോടും സ്നേഹം, ഹൃദയം തുറന്ന് സ്നേഹം കേട്ടോ. ചക്കര ഉമ്മ എൻ്റെ മുത്തുമണികൾക്കൊക്കെ. അപ്പൊ ഇനി നാളെ കാണാമേ. ഞങ്ങളേ അത്താഴം കഴിക്കട്ടെ കേട്ടോ. ടാറ്റാ.